ഇപ്പോൾ കേരള സർക്കാർ ചെന്ന് ചാടിയിരിക്കുന്നത് അദാനി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിടയ്ക്കാൻ മാത്രമേ സാധിക്കൂ. എന്താണ് വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത്? എനിക്കും അറിയില്ല. 13,000 കോടി രൂപ നിക്ഷേപം വരുന്നു. 13,000 കോടി രൂപയുടെ വെള്ളത്തിലിടാൻ പോവുകയല്ലോ. MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇത്രയധികം തുക ഇൻവെസ്റ്റ് ചെയ്ത് ഈ പ്രോജക്റ്റിൽ ഇത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്തിന്? അധികാരത്തിലിരിക്കുമ്പോൾ ഒരു നയവും പ്രതിപക്ഷത്താവുമ്പോൾ അത് മാറുകയും ചെയ്യുന്നത് ഇനിയും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്നാണ് ഇത്. നമ്മളിപ്പോൾ ഒരു തലവിധിയാണെന്ന് വിചാരിച്ചാൽ മതി. സതീശനിരിക്കുമ്പോൾ പിണറായി ഒപ്പോസ് ചെയ്യും, പിണറായി ഇരിക്കുമ്പോൾ സതീശന് ഒപ്പോസ് ചെയ്യും. അദാനി 200 ഓഫർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കേരള സർക്കാർ അവരുടെ ഷെയറിൽ 49% വിൽക്കട്ടെ എന്ന്. നിങ്ങൾക്ക് 26,000 കോടി കിട്ടും. നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല, അതിന് കാശില്ല എന്നൊക്കെ പറയുന്ന നടപ്പില്ലേ? But I am still waiting for the day when you will be proven wrong. I will be the happiest man if I am proved wrong. എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം 2007 കമ്മീഷൻ ചെയ്ത വല്ലാർപാടം രാജീവ് ഗാന്ധി കണ്ടെയ്നർ ട്രെയിനിൻ്റെ ബിസിനസ്സും കൂടെ എടുത്തിട്ട് പോലും ഇപ്പോഴും 2 കപ്പൽ പെർ ഡേ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. നമസ്തേ, പൊളിച്ചെഴുത്ത് സ്പെഷ്യൽ എഡിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ശ്രീ TG മോഹൻദാസ്. സ്വാഗതം. വിഴിഞ്ഞത്തേക്ക് വൻതോതിൽ നിക്ഷേപം എത്തുന്നു എന്നുള്ള വലിയ വാർത്തയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി കൊടുക്കുന്നത്. ഇത് വിഴിഞ്ഞത്തെ കുത്തകവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച ഓഹരി വിൽപ്പന അദാനി MSCക്ക് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നടത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് എങ്ങും തൊടാതെ ഒരു സ്റ്റാൻസ് VD സതീശനും എടുക്കുന്നു. ഒരു വൻ വികസന തൊഴിലവസര സാധ്യതയെ എല്ലാവരും കൂടി നശിപ്പിക്കുകയാണ്. എന്താണ് വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത്? എനിക്കും അറിയില്ല. 13,000 കോടി രൂപ നിക്ഷേപം വരുന്നു. 13,000 കോടി രൂപയുടെ വെള്ളത്തിലിടാൻ പോവുകയല്ലോ. എന്താ ചെയ്യാൻ പോകുന്നു ഈ 13,000 കോടി രൂപയ്ക്ക്? നിങ്ങൾ വല്ല ഫാക്ടറിയും വയ്ക്കാം? എന്താ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിഴിഞ്ഞത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇപ്പോൾ ഒരു കപ്പലിന് വരാമെങ്കിൽ 3 കപ്പലിന് വരാമെങ്കിൽ ഇനി 10 കപ്പലിന് വരാനോ 50 കപ്പലിന് അടുക്കാനോ ഉള്ള സംവിധാനം ഒരുക്കുക. ബേസിക്കലി വിഴിഞ്ഞം ആസ് എ പോർട്ട്, ഒരു ടെർമിനൽ എന്നുള്ള നിലയിൽ വികസിപ്പിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ 49% ഓഹരി വാങ്ങി ഈ പൈസ ഇവിടേക്ക് നിക്ഷേപിക്കുന്നതെന്നാണ് ആകെ മനസ്സിലാക്കിയത്. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാനുള്ള ഒരു ഫണ്ടായിട്ട് ഈ 13,000 കോടി രൂപ പ്രവർത്തിക്കും. അതിൽ തരക്കേടൊന്നുമില്ല. ഇപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇത്രയധികം തുക ഇൻവെസ്റ്റ് ചെയ്ത് ഈ പ്രോജക്റ്റിൽ ഇത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്തിന്? അദാനിയുടെ 49% ഷെയർ എന്ന് പറയുമ്പോൾ ഒരു 1,250 കോടി രൂപയെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 1,300 കോടി. ഈ 1,300 കോടിയുടെ ഷെയർ കൊടുത്തു കഴിയുമ്പോൾ 13,000 കോടി രൂപ, 10 ഇരട്ടി പൈസയ്ക്ക് അവർ MSC വാങ്ങുന്നു ഈ ഷെയർ. അത്ര വലിയ അട്രാക്ഷൻ, അത്ര വലിയ താല്പര്യം എന്താണ്? MSCയുടെ ഇത് കുത്തകയായിട്ട് ഈ പോർട്ട് മാറും. ഇതാണ് എല്ലാവരുടെയും ആശങ്ക. അത് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള നിലയ്ക്ക് അവിടെ എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും പ്രവേശനം ഉണ്ടായിരിക്കണം. ടെക്നിക്കലി അങ്ങനെ പ്രവേശനം ഉള്ളപ്പോൾ പോലും അതിൻ്റെ ഉടമസ്ഥൻ ഒരു ഷിപ്പിംഗ് കമ്പനി ആകുമ്പോൾ അയാളുടെ ഷിപ്പ് മാത്രം വന്നാൽ മതി എന്ന് തീരുമാനിച്ചുകൂടെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അങ്ങ് വലിയ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒരു കാര്യമാണല്ലോ പറയുന്നത്. പണ്ടത്തെ IPL വിഷയത്തിൽ ഉദിച്ചതുപോലെ തന്നെ IPLന്റെ ഉടമസ്ഥർ സാക്ഷാൽ ശ്രീനിവാസൻ ആണല്ലോ ഏറ്റവും വലിയ വിവാദമുണ്ടായത്. ഒരു IPL ടീമിന്റെ ഉടമസ്ഥനാകുന്നത് പോലെ സമാനമായ, പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണം, സമാനമായ ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അല്ല, ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ട്. അതുകൊണ്ട്
ഇങ്ങനെ പെരുമാറിക്കളയും എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. കേരളത്തിൽ ഇപ്പോൾ ബേസിക്കലി 2 തരം ചിന്താഗതികളാണുള്ളത്. ഇപ്പോഴല്ല, നേരത്തെ മുതലുള്ളതാണ്. ഒന്ന്, വ്യവസായ സൗഹൃദമായിരിക്കണം, വ്യവസായങ്ങൾ വരണം, അവർ വരുമ്പോൾ അവരുടെ കുറേ കണ്ടീഷൻസ് അവർ പറയും, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വരില്ല, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരാണ്. വേറൊരു കൂട്ടർ വ്യവസായം വന്നു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാകും, ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഈ 2 താല്പര്യങ്ങളും വിഴിഞ്ഞത്തും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ 2 താല്പര്യങ്ങളും വല്ലാർപാടത്തും ഏറ്റുമുട്ടിയിരുന്നു. ഇപ്പോൾ ഈ വിഴിഞ്ഞം വിവാദം വരുമ്പോൾ ആൾക്കാർ മറന്നു കളയുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് വല്ലാർപാടം. വലിയ ഹൈപ്പോടുകൂടി തുടങ്ങുന്നു ICTT. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ആ ഹൈപ്പ് പലരും മറന്നുപോയി. 2007 മൻമോഹൻ സിംഗ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് ഇരുമ്പ് പിഴിഞ്ഞ് വെള്ളമെടുക്കുമെന്നും വലിയ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പ്രോജക്റ്റാണ്. ഒടുവിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഒറിജിനൽ കൊച്ചി തുറമുഖമുണ്ട്, രാജീവ് ഗാന്ധി ടെർമിനൽ എന്ന് പിന്നീട് നാമകരണം ചെയ്തത്. രാജീവ് ഗാന്ധി ടെർമിനലിൽ വരുന്ന കണ്ടെയ്നർ ബിസിനസ്സും കൂടെ വല്ലാർപാടം ടെർമിനലിലേക്ക് മാറ്റാനായിട്ട് ധാരണയുണ്ടാക്കി. ചുരുക്കി പറഞ്ഞ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ആകെ ഇപ്പോൾ വരുന്നത് നമ്മുടെ ഈ ഫെർട്ടിലൈസറോ ഇതുപോലെയുള്ള ലൂസ് കാർഗോ, കണ്ടെയ്നർ അല്ലാതെ വരുന്ന കാർഗോകൾ, ഇത് മാത്രമാണ് കൊച്ചി പോർട്ട് ട്രസ്റ്റ് കാര്യം. അങ്ങനെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നോക്കുകുത്തിയായി. അതേസമയം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവിടെ ഡ്രഡ്ജിങ് നടത്തുകയും വേണം. അതിൻ്റെ ചുമതല കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ്. ഇതാണ് വല്ലാർപാടത്ത് നടന്ന കളി. അവിടെ കാബോട്ടാഷ് നിയമം ഇളവ് ചെയ്ത് കൊടുത്തു, ഇവിടെയും കാബോട്ടാഷ് നിയമം ഇളവ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് MSCയുടെ ചെറിയ കപ്പൽ പുറപ്പെട്ടിട്ട് പുറപ്പെടുമ്പോൾ തന്നെ അത് ചെരിഞ്ഞിരുന്നു, പിന്നെ അത് മുങ്ങി പണ്ടാറടങ്ങിയത്. അല്ലെങ്കിൽ കാബോട്ടാഷ് നിയമത്തിൽ ഇളവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കപ്പലായിരിക്കും അതിൽ പോകുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥാപനമുണ്ട്, അത് ആർക്കും അറിയുക പോലുമില്ല. അവർക്കുണ്ട് കപ്പൽ. ഇന്ത്യൻ കപ്പൽ കമ്പനികളുണ്ട്, വളരെ ചെറുതാണ്, 1-2 ചെറുതരം കപ്പലുകളൊക്കെ ഉള്ളൂ. അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കൂടെ വെച്ചുകൊണ്ടാണ് ഈ കബോട്ടാഷ് നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഗ്രീസിലും മറ്റും ഉണ്ടാക്കിയ പഴയ കപ്പലുകളൊക്കെ ഉണ്ട്. ഈ കപ്പൽ വയസ്സായി കഴിഞ്ഞാൽ വലിയ തലവേദനയാണ്. കപ്പൽ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ തലവേദന. ഗുജറാത്തിലുണ്ട് നമുക്ക് വലിയ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രിയാണ്. ബട്ട് അതിൻ്റെ ഓയിൽ ഇതെല്ലാം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഫോറിൻ കമ്പനീസൊക്കെ ഇത് ഏതെങ്കിലും ഒരു തീരത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക, ഈ പണിയാണ്. അതിന് പറ്റിയൊരു തീരമാണ് ഇന്ത്യൻ തീരം. വേറെ ഒരു രാജ്യത്തിൻ്റെയും തീരത്ത് അവർ സമ്മതിക്കില്ല. ഇവിടെ നമ്മൾ സന്തോഷം. അപ്പോൾ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒന്ന് കയറ്റിട്ടെന്ന് കാൽസ്യം കാർബൈഡ് ഒന്ന് തെമ്മാടിത്തരവ് കയറ്റിയിട്ട് അത് കൊണ്ട് മുക്കി. അതിന് നമ്മൾ നഷ്ടപരിഹാരം ചോദിച്ച് അഡ്മിറാലിറ്റി സ്യൂട്ടും ഒക്കെ ഫയൽ ചെയ്തിരിക്കുക. എനിവേ, എങ്ങനെയാണ് ആ കപ്പൽ വരാനിടയായത് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഇളവുകൾ ഇവർക്ക് കൊടുക്കുന്നു, ഇവരെന്തോ വലിയ സ്വർഗരാജ്യം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. വല്ലാർപാടത്ത് ഇപ്പോൾ വെറുതെ ഗ്രോക്കിൽ നോക്കിയാൽ മതി, ഒരു ദിവസം ആവറേജ് എത്ര കപ്പൽ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ 1.8 to 2 ഇതാണ് ഒരു ദിവസം വരുന്നത്, 2 കപ്പൽ പെർ ഡേ. ഇപ്പോൾ വിഴിഞ്ഞത്ത് 1000ാമത്തെ കപ്പൽ എത്ര ദിവസം കൊണ്ട്? 2 വർഷം കൊണ്ട്. അപ്പോൾ ഏകദേശം 730 ദിവസം. അപ്പോൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1.25 കപ്പൽ പെർ ഡേ. ഇതിനെയാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കപ്പൽ വരും എന്ന് പറഞ്ഞത്. അതിനിപ്പം ഒരുപാട് വിമർശിക്കപ്പെട്ടു. എൻ്റെ ഞാൻ ഇത് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോഴത്തെ TG സംസാരിക്കുന്നത് ട്രാക്ടറും കമ്പ്യൂട്ടറും വന്നപ്പോൾ പുച്ഛിച്ച, അതിനുമപ്പുറം നിശിതമായി എതിർത്ത, അല്ലെങ്കിൽ ചില മണ്ടൻ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിലാണോ? അല്ല. വിഴിഞ്ഞം പോലൊരു സ്ഥലം അങ്ങിപ്പോൾ പറയുന്നത് ശരിയാണ്, 1.25 കപ്പലേ വരുന്നുള്ളൂ. പക്ഷേ വിഴിഞ്ഞം എന്ന് പറയുന്നത്
ഞാൻ വായിച്ചറിഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതുപോലൊരു തുറമുഖം ഉണ്ടാക്കാൻ, ഒരു ടെർമിനൽ ഉണ്ടാക്കാൻ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ്. അങ്ങ് അല്പം മുമ്പ് പോർട്രസ്റ്റിന്റെ ഡ്രഡ്ജിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഡ്രഡ്ജിങ്ങും ഇല്ലാതെ കപ്പലുകൾക്ക് ഇത്രയും അടുത്ത് വരാവുന്ന ഒരു സ്വാഭാവിക സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പദ്ധതി വിജയിക്കുന്നതിനെ അതിനോട് പുച്ഛിക്കുകയും വിമർശിക്കുകയും ആകാമോ? അങ്ങനെയല്ല. ഈ പദ്ധതി വിജയിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇതിൽ വിഴിഞ്ഞത്ത് എന്തുകൊണ്ടാണ് ഞാൻ ബോംബെയിലെ നവാസ് ഷാ പോർട്ടിനെ വിമർശിക്കാത്തത്? എന്തുകൊണ്ടാണ് ഉറാനിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിനെ വിമർശിക്കാത്തത്? മുന്ദ്ര പോർട്ടിനെ വിമർശിക്കാത്തത്? എന്നൂരിൽ, മദ്രാസിൽ, മംഗലാപുരത്തൊക്കെ പോർട്ടുണ്ടല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്കിവിടെ സംഭവിച്ചത് 3 ടെൻഡർ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്തിന്. ഒരാൾ പിൻവാങ്ങി, മറ്റേ ആൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല, മൂന്നാമത്തെ ആൾ മൊണോപ്പൊളിയായി. അദാനി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അദാനിയുടെ പിന്നാലെ നടന്നു നമ്മൾ എൻ്റെ പൂനിയായിട്ട് ഇതെടുക്കണം. കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചിരുന്നു കേരളത്തിൽ ഒരു പ്രോജക്റ്റിന് യേശുദാസ് ക്യാൻവാസ് ചെയ്തത് വിഴിഞ്ഞം പ്രോജക്റ്റിനാണ്. വേറെ ഒരു പ്രോജക്റ്റിനും ക്യാൻവാസ് ചെയ്തിട്ടില്ല. യേശുദാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാറിയില്ല. ബട്ട് വിഴിഞ്ഞത്തിന് വേണ്ടി യേശുദാസ് ഇടപെട്ടു. സുരേഷ് ഗോപി അന്ന് ഇടപെട്ടു. ഹി വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ അറ്റ് ദാറ്റ് ടൈം. വിഴിഞ്ഞം തുടങ്ങുമ്പോൾ സുരേഷ് ഗോപി BJP ചേർന്നിട്ടില്ല, MP അല്ല, ഒരു സിനിമ നടനാണ്. ബട്ട് സുരേഷ് ഗോപി സംസാരിച്ചു, എല്ലാവരും സപ്പോർട്ട്. ഇപ്പം നാട്ടിൽ അപ്പോൾ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം എന്ന ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും വല്ലാർപാടത്തിൻ്റെ യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നു. വല്ലാർപാടം നൊട്ടോറിയസ് ആണ്. രക്തചന്ദനം കടത്തുന്ന സീപോർട്ടായിട്ട് വല്ലാർപാടം നിൽക്കുന്നു. അത് നിൽക്കുമ്പോഴാണ് വിഴിഞ്ഞത്തെ നമ്മൾ ഹൈപ്പ് ചെയ്യുന്നത്. ഈ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദാനി ഓരോ കണ്ടീഷനായിട്ട് കൂട്ടാൻ തുടങ്ങി. അയാൾ പറയുന്നിടത്ത് മുഴുവൻ സൈൻ ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഞാൻ അറിഞ്ഞത് 67 ഏക്കർ എക്സ്ട്രാ അയാൾ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ടൂറിസത്തിനും ഒക്കെ ആയിട്ട് ചോദിച്ചു. അത് കൊടുത്തു. പിന്നീട് കരാറ് പുതുക്കി പിണറായി വിജയൻ്റെ കാലത്ത് ഇത് കൊടുത്തപ്പോൾ ഇപ്പം ഞാൻ കേട്ടത് 160 ഏക്കറാണ് അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ തുറമുഖത്തിൻ്റെ സ്ഥലമല്ലാതെ 160 ഏക്കർ. ഒന്നുകിൽ സർക്കാർ ഭൂമി അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്തത്. സർക്കാരിന് അവിടെ ഭൂമിയുണ്ട് കുറവാണ്. അപ്പോൾ അതിൻ്റെ വിക്ടിംസിൻ്റെ പ്രശ്നം വേറെ കിടക്കും. ഞാനിത് ഈ കപ്പലിൻ്റെ എണ്ണം ഒക്കെ പറയുന്നത് ഈ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന മാതിരി ഹൈപ്പ് ചെയ്യരുത് ഒരു പ്രോജക്റ്റ്. നിങ്ങൾ റിയൽ പിക്ചർ കൊടുക്കുക ജനങ്ങൾക്ക്. അതല്ലാതെ ഒരു വശം മാത്രം എടുത്തുകൊണ്ട് അതിങ്ങനെ സംഭവിക്കുക, അങ്ങനെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല. വല്ലാർപാടത്ത് നടന്നില്ല. വല്ലാർപാടത്തും ഇതുപോലെ ഒരുപാട് പേരിടപെട്ട് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതാണ്. ഞാനന്ന് മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതി വല്ലാർപാടത്തെ പറ്റി. ആ ലേഖനം പോർട്രസിലെ ഒരാൾ അവരുടെ നോട്ടീസ് ബോർഡിലിട്ടു. നോട്ടീസ് ബോർഡിൽ ഇറ്റ കുറ്റത്തിന് അയാളെ സസ്പെൻഡ് ചെയ്തു. വല്ലാർപാടത്തിൻ്റെ പ്രോബ്ലംസാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പ്രോബ്ലം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥ അത് ശരിയല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വികസനത്തിന് കൂട്ടു നിൽക്കുന്നവനാണ് ഞാൻ. ബട്ട് കൂട്ടു നിൽക്കുമ്പോൾ എൻ്റെ ബോധം പോകാൻ പാടില്ല. മനസ്സിലായത്? അത് സംഭവിക്കുന്നു പലപ്പോഴും. ഇപ്പോൾ കേരള സർക്കാർ ചെന്ന് ചാടിയിരിക്കുന്നത് അദാനി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിടയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അടിച്ചിൽ എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട്, എലിയെ പിടിക്കുന്ന പല്ലൊക്കെയുള്ള, അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ എലി മരിക്കുകയില്ല, ചുമ്മാ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ അടിച്ചിൽ വീണിരിക്കുകയാണ് നമ്മൾ അദാനിയുടെ. അതേസമയം അദാനിയുടെ മറ്റു പോർട്ടുകളിൽ അതിനെ മോഹൻദാസ് എതിർക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അദാനിയോടും വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് അഗൻസ്റ്റ് അദാനി. ബട്ട് ഹിയർ ഒരു നല്ല ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് കണ്ടിട്ട് അദാനി നമ്മളെ കൊണ്ട് എല്ലായിടത്തും അങ്ങ് ഒപ്പിടിച്ചു. സപ്പോസ് ഒരു 4-5 പേര് ഈ പ്രോജക്റ്റ് പിടിക്കാനായിട്ട് ഇത്ര വലിയ ലാഭം ഉണ്ടാകുന്ന ഇത്ര വലിയ ഗ്രേറ്റ് പ്രോജക്റ്റ് അല്ലേ? വൈ നോബഡി എൽസ് വാസ് ഇൻട്രസ്റ്റഡ്? ഐ ഡോണ്ട് നോ. എനിവേ, ആ മൊണോപ്പൊളി കിട്ടിയപ്പോൾ അദാനി അത് മുതലാക്കി. അദാനി ഈസ് നോട്ട് എ ബാഡ് മാൻ, ഹി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. ഇതിൽ ഈ മാറി മറിയുന്നൊരു രാഷ്ട്രീയം, ഇത് 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്നാണ് ഈ പ്രപ്പോസൽ ആദ്യം വന്നപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്
അന്നും So bloody പ്രതിപക്ഷത്തുണ്ടായിരുന്ന what പിണറായി എനിക്ക് വിജയൻ. അറിഞ്ഞുകൂടാത്ത 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയാൽ എന്താ? എല്ലാ സർക്കാരുകളും ബിസിനസ് നടത്തുന്നു, കേരള സർക്കാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു. അതുകൊണ്ട് എന്താ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെങ്കിൽ അത് പറയാം. 6000 കോടി രൂപ ഇപ്പം ഞാൻ പറയട്ടെ, അദാനി അങ്ങേരുടെ ഷെയറിലെ 49% വിറ്റ് 13,000 കോടി കിട്ടി. കേരള സർക്കാർ അവരുടെ ഷെയറിലെ 49% വിൽക്കട്ടെ എന്ന്. യു മേക്ക് മണി. നിങ്ങൾക്ക് 26,000 കോടി കിട്ടും. നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല, അതിന് കാശില്ല എന്നൊക്കെ പറയുന്ന നടപ്പില്ലേ? മേക്ക് മണി ബൈ സെല്ലിങ് യുവർ ഷെയർസ്. എന്തോ ചെയ്താൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഡിസ്ഇൻവെസ്റ്റ് യുവർ ഷെയർസ് ആൻഡ് മേക്ക് മണി. ഐ വിൽ സപ്പോർട്ട് യു. ദാറ്റ്സ് എ ഗുഡ് ബിസിനസ് ഡിസിഷൻ. അദാനിക്ക് കാശുണ്ടാക്കാമെങ്കിൽ കേരള സർക്കാരിന് കാശുണ്ടാക്കാൻ എന്താ കുഴപ്പം? അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല. കാരണം അതൊരു അൺകൺവെൻഷണൽ ഡിസിഷൻ അപ്രോച്ചാണ്. നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ 6000 കോടി റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആരോപിച്ച അതേ കക്ഷി, അതേ നേതാക്കളും ഒക്കെ തന്നെയാണ് അധികാരത്തിലെത്തിയപ്പോൾ ആഘോഷമായി ഇതിൻ്റെ ഉദ്ഘാടനവും ഇതിൻ്റെ കപ്പൽ വരവും ഒക്കെ കൊണ്ടാടിയത്. ഇവിടെ ഈ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു നയവും ഒരു ഭാഷയും ഒരു സംസ്കാരവും പ്രതിപക്ഷത്താവുമ്പോൾ അത് മാറുകയും ചെയ്യുന്നത് ഇനിയും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്നാണ് ഇത്. ഇല്ലില്ല, അത് നമ്മൾ കുറച്ച് മെച്യൂറായിട്ട് അതിനെ കണ്ടാൽ മതി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ അതിൽ വസ്തുതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഹൈപ്പ് ചെയ്ത പോർഷൻ കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഇന്ത്യൻ ഓപ്പോസിഷൻ്റെ ഒരു പ്രശ്നം, അവർ ഒപ്പോസ് ചെയ്യുകയാണ് ഞങ്ങളുടെ ജോലി, അതുകൊണ്ടാണ് ഞങ്ങളെ ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്തിനും തടസ്സം പറയുക അത് ഒരു നല്ല കാര്യമല്ല. ഞാൻ പണ്ട് നടന്ന ഒരു കാര്യം പറയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി അവർ പ്രതിപക്ഷ പാർട്ടിയാണ്, ഓപ്പോസിഷനാണ്. അതിൻ്റെ നേതാവായിരുന്നു എച്ച്.വി. കാമത്ത്. അദ്ദേഹം ലോക്സഭയിൽ നെഹ്റുവിനോട് പറഞ്ഞു, നമ്മളുടെ നോട്ടിൽ കറൻസി നോട്ടുണ്ടല്ലോ, അന്നത്തെ കാലത്ത് എഴുതിയിരുന്നത് ഓൺ ഡിമാൻഡ് ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹100. എച്ച്.വി. കാമത്ത് പറഞ്ഞു, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരാൾ ഈ കറൻസിയിൽ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഇതിന് തുല്യമായ സ്വർണ്ണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് 10,000-20,000 പേര് റിസർവ് ബാങ്കിലേക്ക് കയറി ചെല്ലുന്നു. നിങ്ങൾ ഒപ്പിട്ട് തന്നിരിക്കുക ഓൺ ഡിമാൻഡ്, ഐ ആം ഡിമാൻഡിങ് നൗ, എട് എന്ന് പറയും. അപ്പം നെഹ്റു പരിഭ്രമിച്ചു. നെഹ്റു ചോദിച്ചു, എന്താ ഇപ്പം ചെയ്യുക? പറഞ്ഞു, ഇനി അടിക്കുന്ന നോട്ടിൽ ഈ ഓൺ ഡിമാൻഡ് എടുത്ത് കളയുക, അത് ചെയ്താൽ മതി. ഇപ്പോഴത്തെ നോട്ടിലെല്ലാം നോക്കുക, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹100. വെൻ എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കുമ്പോൾ തരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓപ്പോസിഷൻ. എച്ച്.വി. കാമത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ എതിർപക്ഷത്തിരിക്കുമ്പോൾ പോലും എച്ച്.വി. കാമത്തിന് വേണമെങ്കിൽ ഒരു 2,000 പേരെ കൂട്ടി റിസർവ് ബാങ്കിൽ പോയൊരു ഷോ ഉണ്ടാക്കാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ അത് ചെയ്തതിന്. എച്ച്.വി. കാമത്ത് അത് ചെയ്തില്ല. കാരണം കറൻസിയുടെ ക്രെഡിബിലിറ്റി പോകുന്ന ഏർപ്പാടാണ്. രാഷ്ട്ര താല്പര്യം ആദ്യം മുൻനിർത്തി പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുക്കി. അതാണ് ഓപ്പോസിഷൻ അല്ല? അതായിരുന്നു ഓപ്പോസിഷൻ. പിന്നീട് എവരിബഡി അതൊക്കെ കാറ്റിൽ പറത്തി എല്ലാവരും. അപ്പോൾ അങ്ങനെ ഈ ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ ഒപ്പോസ് ചെയ്യുക, ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ അത് തന്നെ നടപ്പിലാക്കുക. ചിലപ്പോൾ അതിൻ്റെ പേരൊന്ന് മാറ്റുകയോ നട്ടും ബോൾട്ടും ഒന്ന് ഇടയ്ക്ക് മാറ്റിയിട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു തലവിധിയാണെന്ന് വിചാരിച്ചാൽ മതി. സതീശനിരിക്കുമ്പോൾ പിണറായി ഒപ്പോസ് ചെയ്യും, പിണറായി ഇരിക്കുമ്പോൾ സതീശന് ഒപ്പോസ് ചെയ്യും. ഇപ്പം ചെയ്യുന്നത് ശരിയാണോ നോക്കുക, അല്ലാതെ ഇവരുടെ ഹിസ്റ്ററി പറഞ്ഞ് അവരുടെ തമ്മിലടിയിൽ ജനങ്ങൾ പാർട്ടികളാകേണ്ട കാര്യമില്ല. ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കുന്നത് എന്താ? ഈ ഓഹരി വിൽപ്പനയാണ് എതിർക്കുന്നത്, പ്രോജക്റ്റിനോട് എതിർപ്പില്ല. ഓഹരിവൽക്കരണമാകും ആവില്ല എന്നൊരു സംശയം. പ്രധാനമായിട്ടും സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ട് ഇത് ചെയ്യണമായിരുന്നു എന്നാണ് വാദം. ആ താളത്തിന് തന്നെ വി.ഡി. സതീശൻ പോകുന്നുണ്ടല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ല, സർക്കാരിനെ അറിയിച്ചില്ല. പക്ഷേ ഈ വിഴിഞ്ഞത്തിന് വലിയൊരു സപ്പോർട്ടിങ്, വിഴിഞ്ഞം ആക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ എലിയാസ് ജോണിൻ്റെ വലിയൊരു ഇതുണ്ട്. എലിയാസ് ജോണാണ് സൂര്യ ടി.വിയിൽ ഇരിക്കുമ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കണക്ഷൻസ് ആക്ഷൻ കമ്മിറ്റിയിലുണ്ട്. ഇറ്റ്സ് നോട്ട് എ വൺ മാൻ ഷോ. അപ്പോൾ അവരുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എലിയാസ് ജോൺ പറയുന്നത് സർക്കാരിനെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിട്ടുണ്ട്.
ഇത് ഈ 49% ഷെയർ വിൽക്കാൻ അത് എനിക്ക് അവകാശമുണ്ട്. ഷെയർ വിൽക്കുന്നതിൻ്റെ ഫസ്റ്റ് നടപടി വാങ്ങാനുള്ള ആളിനെ കണ്ടുപിടിക്കലാണ്. MSCയെ കണ്ടുപിടിച്ചു. MSCയുമായിട്ട് ഒരു MOU, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒപ്പിട്ടു. അല്ലെങ്കിൽ ഞാൻ വിൽക്കാനുണ്ട്, ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വില കുറയും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത്, ഇതൊക്കെ കോൺട്രാക്റ്റിൽ നിന്നാണ് എലിയാസ് ജോൺ വായിക്കുന്നത്. മൂന്നാമത്തത് മീഡിയയെയും പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതറിയിച്ചു. നാലാമത്തതാണ് സർക്കാരിനെ അറിയിക്കുക എന്നുള്ളത്. സർക്കാരിനെ അറിയിച്ചു. സർക്കാരിന് വേണ്ടെന്ന് പറഞ്ഞു, അവിടെ വെച്ച് നിൽക്കും. ബട്ട് വേണ്ടെന്ന് പറയാനുള്ളൊരു ന്യായം ആ കോൺട്രാക്റ്റിലില്ല. പലരും വിചാരിക്കുന്നത് ഈ ടോട്ടൽ ഷെയറിൻ്റെ 49% ആണെന്ന്. അങ്ങനെയല്ല. അദാനിയുടെ ഷെയറിൻ്റെ 49% എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദാനിയുടെ ഷെയറിൻ്റെ 49% എന്ന് പറയുമ്പോൾ ടോട്ടൽ ഷെയറിൻ്റെ എന്തോ 23% വരുള്ളൂ. ഓ ഓക്കെ. 49% of Adani's share, and Adani's share itself is 25% അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹീ ഈസ് വെൽ വിത്തിൻ ദ ലിമിറ്റ് എന്നാണ് ഈ പ്രോ വിഴിഞ്ഞം ആൾക്കാരുടെ വാദം. മറ്റവരും എതിർവാദക്കാരും പ്രോ വിഴിഞ്ഞം തന്നെയാണ്. പക്ഷേ അദാനി നമ്മളെ വെല്ലുവിളിച്ചു, നമ്മളോട് പറയാതെ ഇത് ചെയ്തു എന്നൊക്കെയുള്ളതാണ് അവർ. അദാനി ഇതിന് നടുക്ക് പറയുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവരുടെയും പത്രക്കുറിപ്പൊക്കെ ഇറങ്ങിയില്ല. ആൻഡ് സർപ്രൈസിംഗ്ലി എന്താ അദാനി 200 ഓഫർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, പിന്നെ വേറെ എന്തോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഡോണ്ട് നോ. ഇത് വന്ന ദിവസം യാദൃശ്ചികമോ എന്തോന്ന് എനിക്കറിയില്ല. ഐ സ്പോക്ക് അഗൻസ്റ്റ് അദാനി. ഓക്കെ. എനിവേ ഇപ്പോൾ അങ്ങനത്തെ അതുകൊണ്ടാണ് ഈ ടെലഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ചാടിക്കയറി കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നുണ്ടാവും. ഇറ്റ്സ് ഓൾ സോർട്സ് ഓഫ് മിസ്ചീവ്സ് ആർ ഹാപ്പനിങ്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ നമ്പർ അവർക്ക് എങ്ങനെ അറിയാം? അവർക്ക് എല്ലാ നമ്പറും അറിയാം. അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നമ്പർ നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് കിട്ടും. ദിസ് ഈസ് ഹൗ ദേ ഓപ്പറേറ്റ്. ബട്ട് ദെൻ ഞാൻ അദാനി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്നൊന്നുമല്ല പറയുന്നത്. ബട്ട് ഐ വാസ് സർപ്രൈസ്ഡ്. എനിക്കിപ്പോൾ ഇതറിയാം. നമ്മളിപ്പോൾ ഫോണിൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി, ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് എടുത്തോളൂ. നമ്മൾ സംസാരിച്ച ഇഷ്യൂവിനെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോ അതിൽ കാണാം. ഹൗ ഡു ദേ നോ ഇറ്റ്? നമ്മുടെ സംസാരം മൊബൈലും കൂടെ കേൾക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരല്ല, നമ്മുടെ മൊബൈലുകളും നമ്മളെ സംസാരം കേൾക്കുന്നുണ്ട്. കേട്ടിട്ടാണല്ലോ അവർ ട്രാൻസ്മിറ്റ് ചെയ്ത് അപ്പുറത്തെത്തുന്നത്. സോ ദേ നോ വാട്ട് യു ആർ സ്പീക്കിംഗ്. ദർ ആർ നോ സീക്രട്സ്. ഇതിൽ ആശങ്ക ഒരിക്കൽ കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറയുന്നു. ഞാൻ ഈ തുറമുഖം നടത്തുമ്പോൾ TG മോഹൻദാസ് എൻ്റെ പാർട്ണറായി വരുന്നു. TGയുടെ കപ്പലുകൾ വരുന്നു, മൂന്നാമതൊരു കക്ഷിയുടെ കപ്പൽ വരുന്നു. സ്വാഭാവികമായും പരിഗണന TGയുടെ കപ്പലുകൾക്ക് കിട്ടില്ലേ? ഈ ഒരു സിമ്പിൾ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അങ്ങനെ കിട്ടിയെന്ന് വെച്ചോ, അതുകൊണ്ട് ദോഷം എന്താ? അപ്പോൾ ഈ വരുന്ന മറ്റൊരു കപ്പലിനുള്ളൊരു അവകാശം ഇല്ലേ? ഈ കപ്പലുകൾ മാത്രം വന്നാൽ മതിയോ? ഈ കപ്പൽ മാത്രം വന്നിട്ട് വിഴിഞ്ഞം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തെറ്റെന്താ? ഞാൻ പറയുന്നത് ഇപ്പോൾ MSCയുടെ കുത്തകയായി മാറും. MSCയുടെ കപ്പലുകൾ മാത്രം വരും. MSC ഇസ് എ ഹ്യൂജ് കമ്പനി. ലോകത്ത് 21% കപ്പലുകൾ അവരുടെ സ്വന്തമല്ല, എനിക്ക് വാടകയ്ക്കെടുത്ത കപ്പലുകളാണ്. ബട്ട് അവർ വരുന്നു. അതുകൊണ്ട് വിഴിഞ്ഞത്ത് സമൃദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഒരു ചായക്കട നടക്കുന്നു, അവിടെ അവരുണ്ടാക്കുന്ന ചോറ് മുഴുവൻ ഞാനൊരാൾ തിന്ന് തീർക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താ കുഴപ്പം? അയാൾക്ക് പൈസ കിട്ടുന്നില്ല. 100 ഊണ് അയാൾ ഉണ്ടാക്കുന്നു, 100 ഊണ് മോഹൻദാസ് തിന്നുന്നു, അതിൻ്റെ കാശും കൊടുക്കുന്നു. പിന്നെന്താ ചായക്കടക്കാരന് ദോഷം? ഇതൊക്കെ അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സാണ്. ഇമാജിൻ MSC ഈസ് യൂസിങ് യുവർ വിഴിഞ്ഞം 24/7. പിന്നെ അവരുടെ 100 കണക്കിന് കപ്പലുകൾ ദിവസവും വരുന്നു. അതാണല്ലോ നമ്മുടെ സങ്കല്പം. ഒരു കപ്പൽ വരുന്നു, ചരക്കിറക്കുന്നു, അത് പോകുന്നു, അപ്പോഴത്തേക്ക് അടുത്ത കപ്പൽ വന്നു, ഇതിലെ ചരക്ക് വേറെ കപ്പലിൽ കയറ്റി അത് പോയി. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ടേൺ അറൗണ്ട് എന്ന് പറയും ഈ ഇവിടെ ഭാഷയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം MSCയുടെ കപ്പലാണ്. സോ വാട്ട്? ഇറ്റ് ഈസ് റണ്ണിങ് ബ്യൂട്ടിഫുള്ളി. യു ഹാവ് നോ പ്രോബ്ലം. യു ഷുഡ് ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം.
അങ്ങയുടെ പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് മാറിയോ? ഈ 1.25 കപ്പൽ എന്നുള്ളത് മാറിയിട്ട് നിറയെ കപ്പൽ വരികയും വിഴിഞ്ഞം വികസിക്കുകയും ചെയ്യുമോ? അത് ഇല്ലാന്നാണോ? ബേസ്ഡ് ഓൺ യുവർ ഈ പ്രോ വിഴിഞ്ഞം ആൾക്കാരുടെ ആർഗ്യുമെന്റ് ആണ് ഞാൻ അവരോട് തിരിച്ച് ചോദിക്കുന്നത്. ഡോണ്ട് ബി ഇൻ ഡിഫെൻസീവ്. ഇപ്പോൾ എന്താ ഉറപ്പാക്കും എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്തിനുറപ്പാക്കണം? മത്സരം ഉറപ്പാക്കാനായിട്ട് വി ഡി സതീശന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? മൊണോപ്പൊളി ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ? ഭംഗിയായിട്ട് നടന്നാൽ പോരെ, സർക്കാരിന് കിട്ടേണ്ടത് കിട്ടിയാൽ പോരെ. അതെന്തോ 80 വർഷം കഴിഞ്ഞു അപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. 60 ഇപ്പം 80 ആക്കാൻ പോകുന്നു. ആയിക്കോ 80 100 വർഷം കഴിഞ്ഞിട്ട്. 100 വർഷം കഴിഞ്ഞ് ഏതായാലും ഞാനോ പ്രദീപ് പിള്ളയോ വി ഡി സതീശനോ പിണറായി വിജയനോ ഒന്നും 80 വർഷം ഇനി ജീവിച്ചിരിക്കാൻ പോകുന്നില്ല ഇവിടുന്ന്. സോ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. യു ബി ഹാപ്പി. വാട്ട് ഈസ് ദെയർ? MSc മാത്രമാണ്. വെൽ, MSc മാത്രമാണ്. മാത്രമല്ല MSc ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് ബേസിക്കലി. പിന്നെ അവർ പിള്ളേർ നടത്തുകയോ അച്ഛനമ്മമാറുകയോ ഒക്കെ ചെയ്തിരുന്നു. ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി. അപ്പോൾ ജോർജിയ മെലനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർ നരേന്ദ്രമോദിയോട് പറയും, ഞങ്ങളൊരു കമ്പനിയാണ് ഇപ്പോൾ MSc കേട്ടോ, അത് കുഴപ്പമുണ്ടാക്കരുതെന്ന്. അല്ല, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നത് ആ അമ്മച്ചിയോടും കൂടെ ഒന്ന് പറ. അമ്മച്ചി ഇറ്റലിക്കാർ തന്നെയല്ലേ. ഓപ്പോസിഷൻ ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ദേ ആർ പെർഫെക്റ്റ് ഇറ്റാലിയൻസ് ആണ്. ഇദ്ദേഹത്തിന് മെലനി വഴിക്ക് ഈ രാഷ്ട്രത്തലവന്മാർ വഴിയുള്ളൊരു ബന്ധം മാത്രമേ മോദിക്കുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, ജന്മനാട് തന്നെ ഇറ്റലിയാണ്. സോ ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിക്കും എല്ലാം സതീശൻ്റെ പാർട്ടിക്കും കുഴപ്പമില്ലാത്ത ഏർപ്പാടാണ്. സോ ലെറ്റ് MSc എൻജോയ്. അപ്പോൾ കേരളത്തിന് ബിസിനസ് നടക്കണം, അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന വട്ടവർ വരുമാനം എന്താണോ അത് കിട്ടണം, അതല്ലേ ഉള്ളൂ. ഏതായാലും ഇത്രയും കാലം ഇങ്ങനെ വരച്ചു കാണിച്ച ഒരുപാട് വികസന സ്വപ്നങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമാവുകയും വികസനം ഉണ്ടാവുകയും തൊഴിലവസരം ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ഈ എപ്പിസോഡിന് നമുക്ക് ഇവിടെ വിരാമമിടാം. എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം 2007 കമ്മീഷൻ ചെയ്ത വല്ലാർപാടം രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനലിൻ്റെ ബിസിനസ്സും കൂടെ എടുത്തിട്ട് പോലും ഇപ്പോഴും 2 കപ്പൽ പെർ ഡേ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പുറത്ത് കൊളംബോ 25 മുതൽ 35 കപ്പൽ വരെ. ജസ്റ്റ് സെർച്ച് വിത്ത് ഗൂഗിളല്ല, ഗ്രോക്കിനോട് ചോദിക്കും, പെട്ടെന്ന് ക്രിസ്പ് ഉത്തരങ്ങൾ കിട്ടും. നൗ യു ടെൽ മീ. വിഴിഞ്ഞത്തിൻ്റെ ഡാറ്റയും ഈ പറഞ്ഞ പോലെ 1.25 കപ്പൽ ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ നിയർ ഫ്യൂച്ചറിൽ ഇവർക്ക് കൊളംബിയോടോ ഹമ്പൻ തോത്തയോടോ മത്സരിച്ച് ബിസിനസ് പിടിച്ച് അങ്ങനെ വരാൻ പറ്റും എന്ന് പേഴ്സണലി എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അത് പറയുന്നില്ല. അങ്ങനെ സ്റ്റിൽ അവർക്ക് ചെയ്യാമെങ്കിൽ വെൽ, എനിക്കതിൽ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാനിത് ഒരുപാട് ഹൈപ്പ് കണ്ടതുകൊണ്ട് പറയുകയാണ്. നിലത്തിറങ്ങും റിയലിസ്റ്റിക് ആവുന്നു. ബട്ട് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ഡേ വെൻ യു വിൽ ബി പ്രൂവൻ റോങ്. I will be the happiest man if I am proved wrong. But വല്ലാർപാടത്ത് ഇറ്റ് വാസ് എ ഫെയില്യൂർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. I took up that issue in somewhere in 2012 or so, or even 13. ഇപ്പോൾ എത്രയാ 10-13 വർഷമായി. ഒരു വ്യാഴവട്ടം കഴിഞ്ഞു, വല്ലാർപാടം അതേ സ്റ്റാറ്റസിൽ നിൽക്കുന്നു. ബട്ട് വിഴിഞ്ഞം അങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറയുകയല്ല. അങ്ങനെ നിന്നാൽ നിന്നു, നിന്നില്ലെങ്കിൽ എനിക്കും സന്തോഷം. എന്തായാലും നമുക്ക് വീണ്ടും കാണാം വിഴിഞ്ഞത്ത് വെച്ച് തന്നെ. നമസ്തേ.